എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാഹനം എങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്കാൻ ചെയ്യാം. അതായത് BS4 BS6 റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ അത് സ്കാൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാഹനം സ്കാൻ ചെയ്യാനായിട്ട് ഒത്തിരി സ്കാനറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലിപ്പോൾ ചില സ്കാനറുകൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓൺലൈനിലൊക്കെ കാണാൻ കഴിയുന്ന ചില സ്കാനറുകളാണ് നമ്മുടെ OBD2. ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും ആമസോണിൽ നിന്നായാലും ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് OBD2ൻ്റെ ഒരു മിനി ഡോങ്കിളാണ്. ഇത് OBD2ൻ്റെ ഒരു സാധാരണ ഒരു ഡോങ്കിൾ, അതുപോലെ തന്നെ ഇതും OBD2ൻ്റെ ഒരു മിനി ഡോങ്കിൾ. ഇത്തരത്തിൽ 3 ഡോങ്കിളുകൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ OBD2 മിനി ഈ ഒരു ഡോങ്കിൾ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ വാഹനം സ്കാൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാഹനത്തിൽ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു സെൻസർ വയർ റിമൂവ് ചെയ്തിട്ട് വാഹനം സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ ആ ഒരു രീതിയിലുള്ള റീഡിങ് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു സെൻസർ ഊരിയിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആണെന്ന് എഴുതി കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനം സ്കാൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഇത്തരത്തിലൊരു ഡോങ്കിൾ വേണം. അത് നിങ്ങൾക്ക് തന്നെ ഡോങ്കിളുകൾ അത്ര വിലയും കാര്യങ്ങളൊന്നും ഇല്ല. കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ഡോങ്കിളുകൾ വാങ്ങാൻ കിട്ടും. കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ OBD2 ഡോങ്കിളിൽ തന്നെ സെർച്ച് ചെയ്ത് ഇത്തരത്തിൽ മിനി ഡോങ്കിളും കിട്ടും, ഈ ഒരു സാധാരണ ഗതിയിലൊരു ഡോങ്കിളും കിട്ടും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്കൊരു ഡോങ്കിൾ വേണം, പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ. അപ്പോൾ ഈ ഒരു ഡോങ്കിൾ വാങ്ങുന്ന സമയത്ത് അതിൽ തന്നെ നമുക്കൊരു യൂസർ മാനുവൽ അല്ലെങ്കിൽ ഒരു CD ഡ്രൈവ് കിട്ടും. അതിലായിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവുക. പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് OBD2ൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ടോർക്ക് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ മിനി ഡോങ്കിൾ ആണെങ്കിൽ ഫാസ്റ്റ് ലിങ്ക് X എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് വരുന്നത്. പലതിനും പല ആപ്ലിക്കേഷനുകളായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് വാഹനം കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ആൾട്ടോ 800 ആണ്. അപ്പോൾ ഇതൊരു BS4 ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെ നമ്മുടെ ഡോങ്കിൾ കണക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പല വാഹനങ്ങൾക്കും പല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ സുസുക്കിയിലൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡോങ്കിൾ വരിക. ഇതാ ഡാഷിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡോങ്കിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ചില വാഹനങ്ങൾക്ക് ആ ഒരു ഭാഗത്തായിട്ടും വരും. ഏതായാലും ഡാഷ്ബോർഡിൻ്റെ താഴെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എവിടെയാണ് ആ ഒരു ഡോങ്കിൾ കണക്ട് ചെയ്യാനുള്ള ആ ഒരു കണക്ടർ ഉള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു മിനി ഡോങ്കിൾ, അതായത് OBD2ൻ്റെ ഒരു മിനി വെർഷനാണ്. ഇതാണ് ഡോങ്കിൾ. നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു റെഡ് ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഇതുപോലെ റെഡ് കളറിലൊരു LED ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ഈ ഒരു ഡോങ്കിളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ വേണം. അതായത് പല ഡോങ്കിളുകൾക്കും പല ആപ്ലിക്കേഷനുകളായിരിക്കും. നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഡോങ്കിളിന് ഫാസ്റ്റ് ലിങ്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ. ഫാസ്റ്റ് ലിങ്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഒരു ഡോങ്കിളിൻ്റെ ആപ്ലിക്കേഷൻ. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഓൺ ചെയ്യാം. ഇവിടെ നമുക്ക് OBD ആ ഒരു മൊഡ്യൂൾ അവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കണക്ട് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡോങ്കിളോടെ കണക്റ്റ് ആവുന്ന ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പ്രോട്ടോകോൾ ഡിറ്റക്റ്റിംഗ് എന്നുള്ള ഒരു ഇത് വന്നിട്ട് അവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വാഹനത്തിൽ ട്രബിൾ കോഡ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് വാഹനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ട്രബിൾ കോഡ്സിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരും. ഇപ്പോൾ നമ്മുടെ വാഹനത്തിൽ കറൻറ്റ്ലി പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രബിൾ കോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 0 കൺഫേംഡ് ട്രബിൾ കോഡ്, 0 പെൻഡിങ് ആണ്, ഒക്കെ 0 ആണ് കിടക്കുന്നത്. ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഇനി നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്യാൻ മേലെ കൊടുക്കുമ്പോഴൊന്നും ട്രബിൾ കോഡ് നമുക്ക് കാണിക്കുന്നില്ല. അപ്പോൾ ട്രബിൾ കോഡ് നമുക്ക് വാഹനത്തിൽ ഏതെങ്കിലും ഒരു സെൻസർ ഊരിയിട്ടിട്ട് ട്രബിൾ കോഡ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ബാറ്ററി ടെസ്റ്റ്. ബാറ്ററിയുടെ കറക്റ്റ് വോൾട്ട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിലേക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ അത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. ഗുഡ് ആണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി കണ്ടീഷൻ ഗുഡ് ആണ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ വന്നാൽ ഒരുപാട് ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. മെയിൻ്റനൻസ്, എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ടോ, അതായത് TPMS റീസെറ്റ്, സർവീസ് ലൈറ്റ് റീസെറ്റ്, ബ്രേക്ക് റീസെറ്റ്, സർവീസ് ഓയിൽ റീസെറ്റ്, കീ പ്രോഗ്രാമിംഗ്, ഒരുപാട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. MLT സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേവ്, ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ ഇവിടെ വരും. ഇപ്പോൾ നമ്മളൊന്നും സേവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ്. മോർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ കാറിൽ
ജസ്റ്റ് കാർ ഓഫ് ചെയ്തിട്ട് ആ ഒരു സെൻസർ, അതായത് നമുക്കിപ്പോൾ ഊരാൻ പറ്റുന്നത്, നമുക്ക് ഇന്നറ്റ് മാനിഫോൾഡിൽ വരുന്ന ആ ഒരു പ്രഷർ സെൻസർ അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വാഹനം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ വാഹനത്തിൽ ഫാൾട്ട് കോഡ് കാണിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാം. ഫുഡ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നമുക്ക് ആ ഒരു സെൻസർ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡിൽ വരുന്ന ഈ ഒരു സെൻസർ, ഈ ഒരു പ്രഷർ സെൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കപ്ലർ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു കപ്ലർ ഈ രീതിയിൽ നമുക്ക് ഞാൻ റിമൂവ് ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്തെടുത്ത് ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ വാഹനം ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ആപ്പായിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതാ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഓൾറെഡി ഇവിടെ കണക്റ്റഡ് ആണ് ഡോങ്കിൾ. ഇനി നമുക്ക് ട്രബിൾ കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. ട്രബിൾ കോഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെസ്, നമുക്കിവിടെ പെൻഡിങ് കാണിക്കുന്നുണ്ട്. രണ്ട് പെൻഡിങ് ട്രബിൾ കോഡ്സുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും. P0108 ആണ് ഇവിടെ കാണിക്കുന്നത്. ദ മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ, അതായത് MAP സെൻസർ. ആ ഒരു മാനിഫോൾഡ് സെൻസർ നമുക്ക് അവിടെ ഊരിയിട്ടുണ്ട്. പിന്നെ അതിന് താഴെ കാണിക്കുന്നുണ്ട് ദ ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ. അതും, അതായത് ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത് മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസറും അതാണ് ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത ആ ഒരു സെൻസർ. അപ്പോൾ ആ ഒരു സെൻസർ റിമൂവ് ആണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ആ ഒരു സെൻസർ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതാ വാഹനം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് പെൻഡിങ് കാണിക്കുക. വാഹനം ഓഫ് ചെയ്തു. നമുക്ക് ആ ഒരു സെൻസർ കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മുടെ ട്രബിൾ കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു സെൻസർ നമ്മൾ ഊരിയിട്ടത്, അതായത് നമ്മൾ MAP സെൻസർ എന്ന് പറയും, കണക്ട് ചെയ്തു. പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തോ എന്ന് ജസ്റ്റ് നോക്കണം. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്ത് ജസ്റ്റ് വുഡ് നമുക്ക് അടക്കാം. ഏതായാലും നമ്മൾ കണക്ട് ചെയ്തല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. ഇനി ഒന്നുകൂടി വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പോയാൽ ക്ലിയർ അടിക്കാം. ഇവിടെ പെൻഡിങ് ആണ്. ജസ്റ്റ് ഓക്കെ, ക്ലിയർ എന്ന് കൊടുക്കുമ്പോൾ യെസ്, അവിടെ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കപ്ലർ കുടുക്കിയ സമയത്ത് ആ ഒരു ഫാൾട്ട് സെറ്റായിട്ടുണ്ട്. ആ ഒരു ഫാൾട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 000 എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ ഫാൾട്ട് കോഡ് എറർ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം സ്കാൻ ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു കപ്ലർ അവിടെ ലൂസായി കിടക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കപ്ലർ ലൂസായി കിടക്കുക കാര്യങ്ങളുണ്ടെങ്കിൽ ഈ രീതിയിൽ വന്നാൽ നമുക്ക് എവിടെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബേസിക്കായിട്ട് നമ്മൾ വാഹനം സ്കാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡോങ്കിൾ ഇത് വെച്ചിട്ട് നമുക്ക് ലൈവായിട്ട് RPM, സ്പീഡ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡോങ്കിൾ വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡോങ്കിൾ വെച്ചിട്ട് എങ്ങനെ സ്കാൻ ചെയ്യാന്നുള്ള വീഡിയോ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മിനി ഡോങ്കിളാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ എറർ കോഡുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാറ്ററി ടെസ്റ്റ്, ബാറ്ററി ഗുഡ് കണ്ടീഷൻ ആണോ, എത്ര വോൾട്ടേജ് കയറുന്നുണ്ടോ, ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡോങ്കിളിലൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡോങ്കിളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലൊക്കെ ഇത്തരത്തിലുള്ള ഡോങ്കിളുകൾ അവൈലബിൾ ആണ്. നമുക്ക് OBD2 എന്നുള്ള ഡോങ്കിളുകൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ കാണിച്ചെന്ന പോലത്തെ ഡോങ്കിളുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.